കിട്ടാനുള്ള കണക്കെഴുതി കൂട്ടാമ. അത് നല്ലൊരു ഐഡിയ ആണ് കേട്ടാ. നീ കൊണ്ടുവന്ന് അതിപ്പോ എഴുതി കൂട്ടേണ്ട കാര്യം തോന്നുന്നു. എഴുതി കൂട്ടിയിട്ട് കാര്യമുണ്ട്. ഈ കിട്ടാനുള്ള പൈസയുടെ ഒരു കണക്ക് അമ്മായിക്ക് ഐഡിയ കിട്ടൂലോ, അതുകൊണ്ട് എഴുതുന്നത് നല്ലതാ. എന്തായാലും ഇപ്പൊ ഇത്രയൊക്കെ ആയില്ലേ, എഴുതും കൂട്ടുമാമ. കുട്ടുമാമ പേടിക്കുന്ന എന്തിനാ? കുട്ടുമാമന് കിട്ടാനുള്ള പൈസയുടെ കണക്ക് എഴുതാനല്ലേ പറഞ്ഞത്, അല്ലാതെ കൊടുക്കാനുള്ളതല്ലല്ലോ. കുട്ടാൻ പറമാ. ഇപ്പൊ നിങ്ങക്ക് കണക്ക് അറിഞ്ഞേ തീരുവോളാ? അതിനോട് ആർക്കും വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, അവന് പറയണം. മാമൻ പറമാ എഴുതി കൂട്ടട്ടെ. മറ്റേ പത്തനംതിട്ടയുള്ള ദിനേശ് ഓ അവിടെ പെങ്ങളെ കല്യാണത്തിന് 1.25 ലക്ഷം രൂപ വാങ്ങിച്ചു. 1.25. അത് പിന്നെ കല്യാണ സമയത്ത് 50,000 രൂപ മേടിച്ചു. 2.25 ലക്ഷം രൂപയെ എന്തരും മാമ? ഇത് മേടിച്ചിട്ട് എത്ര നാളായി? 8-9 മാസമാവും. കുഴപ്പമില്ല, ചിലപ്പോ പുള്ളി ടൈറ്റ് ആയിരിക്കും, പൈസയുടെ ഒക്കെ കിട്ടും. ബാക്കി അപ്പൊ പത്തനംതിട്ട ദിനേശ് 2.25 ലക്ഷം. പിന്നെ ചിന്നക്കടയുള്ള മടത്തിപ്പറമ്പ് കേശവൻ. എന്തിനു മാമ ആനയുടെ പേരെ കാനയ്ക്കാ കടം കൊടുത്തേ? അല്ലടേ, അവന്റെ പേര് അങ്ങനെ തന്നെ. മടത്തിപ്പറമ്പ് കേശവൻ വീട് പണി തുടങ്ങിയ സമയത്ത് 1.25 ലക്ഷം രൂപ വാങ്ങിച്ചു. അത് തിരിച്ചെന്ന കണക്ക് എന്തിനു മാമ? ഉള്ള കണക്ക് പറ. അല്ല, പിന്നീട് വീട് പണി തീരാറായപ്പോഴത്തേക്ക് 1.5 കൂടെ മേടിച്ചു. 1.5 പിന്നെ വാങ്ങിച്ചു. അപ്പൊ മൊത്തം 1.5 അതോ 1.5 3? ഇല്ല, 1.5. പിന്നെ തൃശ്ശൂരുള്ള ജയേഷ് അവന്റെ ഭാര്യയുടെ ഓപ്പറേഷന് വേണ്ടിയിട്ട് 16 ലക്ഷം രൂപ. ഓപ്പറേഷന് 16 ലക്ഷം രൂപ ആയി. ഞാനും എൻ്റെ സുഹൃത്തും കൂടെയാണ് പൈസ കൊടുത്തത്. ഞാൻ 3 ലക്ഷം രൂപ, ബാക്കി അവൻ കൊടുത്തു. എൻ്റെത് 3 ലക്ഷം രൂപ, ഞാൻ കൊടുത്തത് 3 ലക്ഷം രൂപ. 3 ലക്ഷവും ജയേഷ് അല്ലേ? തൃശ്ശൂര് ജയേഷ് 3 ലക്ഷം, മടത്തിപ്പറമ്പ് കേശവ 1.5 ലക്ഷം, ദിനേശ് പത്തനംതിട്ട 2.25 ലക്ഷം. അടുത്തത് ഈ ജയേഷ് എന്ന് പറയുമ്പം ഇടയ്ക്ക് നമ്മളെ ഫ്ലാറ്റ് പറഞ്ഞ ജയേഷാണ്. ഇതൊന്നും ഞാൻ അറിയണില്ലല്ലോ. പറയുന്നു. പിന്നെ മക്കളെ, നമ്മുടെ പടവലത്തെ മറ്റേ സോമമാമനില്ലേ? സോമമാമൻ മാമൻ കുറച്ച് പൈസ വാങ്ങിച്ചു. എത്രയെന്നും കൂടെ പറയൂ. ഒരു 5,000-നും 10,000-ന്റെ ഒന്നും കളിയില്ലേ മാമ? 50,000. മക്കളെ, അമ്മയടുത്ത് പറയല്ലേ. സോമമാമ ഈ പടവൽ 50,000. മൊത്തം എത്ര ഇടാ? 7.25. ഇനി ബാക്കി നാട്ടിൽ എത്ര കൂടെ കിട്ടാനുണ്ട്? പിന്നെ അല്ലറച്ചില്ലറ എല്ലാവരും കൂടെ കൊടുത്തത് എല്ലാം കൂടെ ചെയ്ത് ഒരു 8-9 രൂപ വരും. അത് 8-9 അങ്ങനെ എഴുതിയാൽ മതി. 9 ലക്ഷം. മാമ ഞാൻ അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. ഈ കണ്ട കണക്കൊക്കെ മാമ എവിടെ എഴുതിയിടത്തില്ലേ? എഴുതിയിട്ടിട്ടുണ്ടോ? മൊബൈലിൽ ആദ്യം സേവ് ചെയ്തിരുന്നു. ആ മൊബൈൽ ഇപ്പം മാറി. ഇതിപ്പം ആ മൊബൈൽ വീട്ടിലിരിക്കുന്നു. അത് പോയി എടുക്കണം. പിന്നെ എഴുതി വിട്ടിട്ടുണ്ട്, പക്ഷേ ആ എഴുതിയ ബുക്കും കാണാനില്ല. ഇപ്പം നീ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇപ്പം എഴുതാൻ പറ്റിയത്. ബാക്കി എന്താ? പിന്നെ ഗൾഫിൽ വന്ന എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അനിയന് ഒരു ചെറിയൊരു പാസ്പോർട്ട് ഇഷ്യൂ ഒക്കെ ആയിട്ട് ഒരു പ്രശ്നം ഉണ്ടായി. അപ്പം അത് തീർക്കാനും എൻ്റെ കേസിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് 1 രൂപ എൻ്റെ മേടിച്ചു. അതെന്തായാലും തരും. ഗൾഫിലെ ഒരുപാട് പേര് സഹായിച്ച് കുടുങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഓരോരുത്തർക്കും നഷ്ടമായത് വെച്ച് നോക്കുമ്പം ഇതൊന്നും അല്ല. ഈ പറഞ്ഞ കൂട്ടത്തിൽ എത്ര പേര് ഇപ്പൊ നാട്ടിലുണ്ട്? മറ്റേ പത്തനംതിട്ടയിലുള്ള ദിനേശ്, ആള് ഇവിടെ ഉണ്ട്. ആളുടെ അഡ്രസ് അറിയോ? അഡ്രസ് അറിയാം. കുട്ടുവന്നൊരു കാര്യം ചെയ്യും, നേരെ പത്തനംതിട്ടയ്ക്ക് കിട്ടോ. 2.25 ലക്ഷം രൂപയല്ലേ പുള്ളി തരാനുള്ളേ? നിർബന്ധിക്കണ്ടല്ലോ. പുള്ളി ഒന്നും ഒന്നുമില്ല, മാമ നേരെ പോവാ, പൈസ മേടിക്കാൻ തിരിച്ചു വരിക, അത്രയും മതി. പൈസ മേടിക്കാൻ തിരിച്ചു വരിക. ഓക്കെ. എന്നാലും എന്തരടെ ഇത് 10 ലക്ഷം രൂപ എന്നൊക്കെ പറയുമ്പോ ഇത്രയൊക്കെ കടം കൊടുക്കണമെങ്കിൽ മാമനോട് എന്തരായിരുന്നു പണി? ചുമ്മാരി. ഓഹോ, ചുമ്മാരിയെന്നല്ലേ? അല്ല എന്നാലും ഈ 10 ലക്ഷം രൂപ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് മാമ ഇതുവരെ അവിടെ എന്തരാണ് പണി എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഉണ്ടോ? ഇല്ല. മാമി മിണ്ടരുത്. അവിടത്തെ മാമന്റെ ഒരു ഡീറ്റെയിൽസ് നമുക്കറിയത്തില്ല. നീ പച്ചൻ പറഞ്ഞ പോലെ അറബിയുടെ അല്ല, ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 10 ലക്ഷം രൂപയൊക്കെ കടം കൊടുക്കണമെങ്കിൽ ഇതിപ്പോ അറിയാവുന്ന കണക്കിന് ബാക്കി എത്ര ഉണ്ടോ എന്തോ. ഈ മാമനാണ് മെനയാന്ന് ഞാൻ 100 രൂപ ചോദിച്ചപ്പോ പോടാ എന്ന് പറഞ്ഞിട്ട് പോയത്. അല്ല അമ്മായി, കുട്ടുമാമന്റെ ഇനി 10 ലക്ഷം രൂപ പോയിട്ട് അമ്മായി അറിഞ്ഞില്ലേ? എടേ, ഞാൻ ഇതിനെപ്പറ്റി ചോദിക്കാറില്ലെന്ന് നേരത്തെ പറഞ്ഞില്ലേ? അച്ഛന്റെ കയ്യിൽ നിന്ന് ഒരു 100 രൂപ പോയി കഴിഞ്ഞാൽ അമ്മ 100 ചോദ്യം ചോദിക്കുമല്ലോ. ഒന്നും അന്വേഷിക്കണ്ട കേട്ടതേ, ഇങ്ങനെ അങ്ങ് നിന്നോ. അങ്ങനെ തന്നെ.